Please subscribe STG Entertainments. ആറ്റിങ്ങൽ എന്ന ദേശം ഒരു കാലത്ത് ഒരു രാജ്യത്തെ തന്നെ പ്രതിനിധാനം ചെയ്തിരുന്ന പ്രവിശ്യയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽപ്പെടുന്ന ചിറ്റാറ്റിൻകരയ്ക്കും ആറ്റിങ്ങൽ കൊല്ലം പുഴയ്ക്കും മധ്യദേശത്തായി അതിവിസ്തൃത സാമ്രാജ്യമായ വേണാട് ഏകദേശം 960 വർഷത്തോളം അടക്കി ഭരിച്ചിരുന്ന പുകഴ്പെറ്റ കോയിക്കൽ പെരുമയാണ് അന്നും ഇന്നും എടുത്തു പറയേണ്ടതായ ആറ്റിങ്ങൽ ദേശത്തിൻ്റെ മുഖമുദ്ര. AD 1168 രചിക്കപ്പെട്ട കിളിമാനൂർ ചേപ്പേടുകൾ എന്ന എഴുത്തോല ഗ്രന്ഥമാണ് കീഴ്പേരൂർ ദേശപ്പെരുമ വിളിച്ചോതുന്നതെങ്കിലും കാലാന്തരത്തിൽ കീഴ്പേരൂർ പരിണമിച്ച് വേൾ നാട് അഥവാ വേണാട് രാജവംശമായി പരിണമിച്ചത്. പ്രാചീന വാസ്തുശാസ്ത്രവിദ്യകളും ശില്പചാരുതാ വൈഭവങ്ങളും ചേർത്ത് വെച്ച് 8 നൂറ്റാണ്ടുകൾക്കപ്പുറം പടുത്തുയർത്തിയിരുന്ന പകരം വയ്ക്കാനില്ലാത്ത സാമ്രാജ്യം എന്ന ഖ്യാതി ആറ്റിങ്ങലിന് മാത്രം സ്വന്തം. ആറ്റിങ്ങലിൻ്റെ സാംസ്കാരിക പൈതൃകത്തിനും ഗതകാല ചരിത്രത്തിനും ഒരുപക്ഷെ 1000 വർഷത്തോളം പഴമയുണ്ട്. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളായി ഇന്നും ജീവിക്കുന്ന ചരിത്രസ്മൃതികൾ ആറ്റിങ്ങൽ എന്ന പഴയ കാലദേശ പ്രവിശ്യയുടെ ഹൃദയഭൂമികയിൽ തന്നെയുണ്ട്. വീരേതിഹാസ ചരിത്രങ്ങളിലൂടെയാണ് ആറ്റിങ്ങൽ ഇന്ത്യാ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇടം നേടിയിട്ടുള്ളതെങ്കിലും ഒരു രാജകീയ പൈതൃകത്തിൻ്റെ തിരുശേഷിപ്പുകൾ നിലകൊള്ളുന്നു എന്ന കാര്യം വിസ്മൃതമാകുകയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മ ജനിച്ചു വീണതായ കോയിക്കൽ കൊട്ടാര സമുച്ചയങ്ങളും 9 നൂറ്റാണ്ടിലേറെ കാലപ്പഴക്കമുള്ള കൊട്ടാര മുഖമണ്ഡപങ്ങളും അനുബന്ധ ആരാധനാലയങ്ങളും നിലകൊള്ളുന്നതായ ആറ്റിങ്ങൽ രാജവംശത്തിൻ്റെ ഈറ്റില്ലം അഥവാ അമ്മവീട് തെക്ക് നാഞ്ചിനാട് മുതൽ വടക്ക് പഴയ ദേശിംഗനാടായ ഇന്നത്തെ കൊല്ലം വരെ നീണ്ടുകിടന്നിരുന്ന ഒരു മഹാസാമ്രാജ്യം. ഒരു കാലത്ത് അനന്തപുരിയിലെ പത്മനാഭസ്വാമി ക്ഷേത്രകാര്യങ്ങൾ വരെ നോക്കി നടത്തിയിരുന്ന ദേശാധികാരികൾ. ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ പുരംജയമായ ചരിത്രത്തിൽ നിലവിലെ ഏറ്റവും ഒടുവിലത്തെ തളിരിളം തലമുറ ഇതാ ആറ്റിങ്ങൽ ലോവർ പ്രൈമറി സ്കൂളിൽ നിന്നും സ്വയം സ്വാംശീകരിച്ച അറിവുമായി സ്വന്തം അധ്യാപികമാരുടെ കൈപിടിച്ചുകൊണ്ട് ആറ്റിങ്ങലിലെ അറിഞ്ഞതും നാളിതുവരെ അറിയപ്പെടാത്തതുമായ അത്ഭുതങ്ങൾ ഒരുപാടുള്ള ചരിത്രത്തിന്റെ ആഴങ്ങൾ തേടിപ്പോകുന്നു. ഒപ്പം പ്രോജ്വലമായ ഒരു കാലഘട്ടത്തിൽ ആറ്റിങ്ങലിന്റെ ഭാഗധേയം തന്നെ നിർണയിച്ചിരുന്ന നമ്മുടെ പിതാമഹന്മാരെക്കുറിച്ചും അവർ സമ്മാനിച്ച തിരുശേഷിപ്പുകളുടെ പുരാവൃത്തങ്ങളും ആരും കാണാതെ പോകുമായിരുന്ന വിസ്മൃതമായി മാറുമായിരുന്ന ചില ചരിത്ര ഇതിവൃത്തങ്ങളും ക്യാമറ കണ്ണുകളിലൂടെ ന്യൂ ജനറേഷൻ അഥവാ പുതുതലമുറകളിലേക്ക് അറിവിന്റെ അത്യപൂർവ നിധി പോലെ പകർന്നു നൽകുന്നു. ഇത് മനോമോഹന വിലാസം കൊട്ടാരം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ വലിയകുന്ന് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ സഹ്യപർവ്വതത്തിന്റെ ഭാഗങ്ങളും മലയോര കാഴ്ചകളും ചുറ്റാറും കാണാം. ചൂളമരങ്ങൾ എന്നറിയപ്പെടുന്ന കാറ്റാടി മരങ്ങളാണ് കൊട്ടാരത്തിന്റെ പ്രധാന പ്രത്യേകത. അതെ, 16-ാം നൂറ്റാണ്ടിലെ ആറ്റിങ്ങൽ റാണിമാരുടെ ഗർഭകാല പരിചരണത്തിനായിട്ട്
അന്ന് മനോഹരമായ ഈ സ്ഥലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ മനോമോഹന വിലാസം കൊട്ടാരം. ചരിത്ര സ്മൃതികൾ ഇറങ്ങുന്ന ഈ മനോമോഹന വിലാസം കൊട്ടാരം ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിൽ ഇപ്പോഴും അർഹമായ പരിഗണന ഈ മനോമോഹന വിലാസം കൊട്ടാരത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമാണ്. ഞാൻ ഡോക്ടർ സതീഷ് ശർമ്മ. ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം ഈ ദേശത്താണ്. കാലാന്തരത്തിൽ ഈ കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയിൽ എനിക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്യാനുള്ള ഭാഗ്യവും കൈവന്നു. ഒരുപാട് ഗ്രഹാതുരത്വം പേറുന്ന ഈ കൊട്ടാര സമുച്ചയം എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി തീരുകയായിരുന്നു. വൈദേശിക ആക്രമണങ്ങൾക്ക് നേരെ ധീരമായി പോരാടി ജയിച്ചൊരു വീരാംഗന ആറ്റിങ്ങലിനുണ്ടായിരുന്നു. AD 1672 മുതൽ ആറ്റിങ്ങലിൻ്റെ മഹാറാണിയായിരുന്ന ഉമയമ്മ റാണി അന്ന് മുഗൾ സാമ്രാജ്യാധിപനായിരുന്ന മുകിലനെ തുരത്തി ഓടിച്ചതും ആറ്റിങ്ങലിൻ്റെ പെൺസിംഹം എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന ഉമയമ്മ റാണിയുടെ ബുദ്ധിപരമായ യുദ്ധതന്ത്രങ്ങൾ തന്നെയായിരുന്നു. AD 14-ാം നൂറ്റാണ്ടിൽ നടന്ന ആദ്യത്തെ ദത്ത് കൈക്കൊള്ളലിനോടനുബന്ധിച്ച് ആറ്റിങ്ങൽ കുടിയിരുത്തപ്പെട്ട റാണിമാർക്കു വേണ്ടി അനുഷ്ഠാന പരദേവതാ സങ്കല്പമായ മാടായിയെ തിരുവർക്കാടുകാവ് ദേവിയായിരുന്നു ഇപ്പോഴത്തെ പ്രശസ്തമായ തിരുവാറാട്ടുകാവ് ക്ഷേത്രം. ദത്തെടുക്കപ്പെട്ട രാജാക്കന്മാർക്ക് നിത്യവും കണ്ടുകാണാൻ വേണ്ടി ദേവിയെ തന്റെ നാന്തകമായി ആവാഹിച്ചുകൊണ്ട് ആറ്റിങ്ങലിൽ കുടിയിരുത്തി എന്നതാണ് ചരിത്ര വിവക്ഷ. ആറ്റിങ്ങലിന്റെ ചരിത്രം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇഴചേർന്നു നിൽക്കുന്നു. ഇത് കോയിക്കൽ കടവ് അഥവാ രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം നീരാട്ട് അനുവദിച്ചിരുന്ന കൊട്ടാര കടവ്. ചരിത്രം ഒരുപാട് തിരുശേഷിപ്പുകൾ സമ്മാനിച്ചു പോയ ആറ്റിങ്ങലിലെ അത്യപൂർവമായ ഒരു സ്ഥലം. കാലം അതിൻ്റെ ഗതിവിഗതികളിലൂടെ ഒഴുകി ഈ അവസാന്തരത്തിലെത്തി നിൽക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യ സായുധ കലാപത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമിയാണ് ഈ പുരയും പരിസരവും. ആറ്റിങ്ങൽ പുഴ 6.5 മൈൽ ഒഴുകി പടിഞ്ഞാറ് അറബിക്കടൽ പതിക്കുന്നിടത്തായി അന്നത്തെ ആറ്റിങ്ങൽ വീരാംഗനയായി അറിയപ്പെട്ടിരുന്ന ഉമയമ്മ റാണിയിൽ നിന്നും പാട്ടത്തീർ എഴുതിക്കൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പടുത്തുയർത്തിയതായിരുന്നു ലോക ചരിത്രത്തിൽ പോലും ഇടം നേടിയിരുന്ന 5 തെങ്ങ് കോട്ട. AD 1694 ജൂൺ മാസം 29-ാം തീയതിയാണ് അന്നത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആറ്റിങ്ങിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ജലപാത ദൈർഘ്യമുള്ള 5 തെങ്ങിൽ കോർപ്പറേറ്റ് സൗകര്യത്തോടുകൂടി ഒരു കോട്ട പണിയുവാനും കുരുമുളക് ഉൾപ്പെടെയുള്ള ഇതര നാണ്യവിളകളുടെ സംഭരണത്തിനും വ്യാപാരത്തിനുമായുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചു നൽകിയത്. AD 1696 ഒക്ടോബർ മാസത്തിൽ ഈ കോട്ടയ്ക്ക് തറക്കല്ലിടുകയും പിന്നെയും 3 വർഷം കഴിഞ്ഞ് 1699 ജനുവരി മാസത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന അതിപ്രാചീനമായ ലോക പ്രശസ്തമായ 5 തെങ്ങ് കോട്ട പണികഴിപ്പിച്ചത്.
കാലാന്തരത്തിൽ AD 1721 ഏപ്രിൽ മാസം 14 വിഷുദിനത്തിൽ സംഭവിച്ചതായ ആറ്റിങ്ങൽ കലാപവും ആറ്റിങ്ങലിലെ കോയിക്കലിനു സമീപമുള്ള കൊല്ലമ്പുഴയിൽ വച്ചാണ് സംഭവിച്ചത്. പോരാട്ടങ്ങളുടെ രഥചക്രങ്ങൾ പിന്നെയും ഒരുപാടുരുണ്ടിരുന്ന ആറ്റിങ്ങലിൻ്റെ പ്രോജ്വലമായ പുരാവൃത്തങ്ങളിൽ പലതും ചരിത്രത്തിൻ്റെ ഇതിഹാസങ്ങളായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശങ്ങൾക്കെതിരെ ശ്രീ കുടമംപിള്ള നയിച്ചിരുന്നത് വെറും ഒരു ചെറുത്തുനിൽപ്പ് മാത്രമായിരുന്നില്ല. നമസ്കാരം, എൻ്റെ പേര് സുജിത് ഭവാനന്ദൻ എന്നാണ്. ആറ്റിങ്ങൽ കൊടുമൺ സ്വദേശി. ഞാനൊരു ചിത്രകാരനാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിനും 136 വർഷങ്ങൾക്ക് മുമ്പ് ആറ്റിങ്ങലിൽ നടന്ന ഒരു സംഘടിത സായുധ വിപ്ലവമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങലിൽ നടന്ന ഈ സായുധ സ്വാതന്ത്ര്യ സമരം ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സായുധ സ്വാതന്ത്ര്യ വിപ്ലവമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. നമുക്കറിയാം, 140 പരം ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ട ഈ ഒരു സായുധ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കുടമൺ പിള്ള എന്ന് പറയുന്ന നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ആറ്റിങ്ങലിൻ്റെ അഭിമാനമായിട്ടുള്ള സേനാനായകനായിരുന്നു എന്നതാണ് ചരിത്രം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു ചരിത്ര പുസ്തകങ്ങളിലും ഒരു ചരിത്ര രേഖകളിലും അദ്ദേഹത്തിൻ്റെ ചിത്രം ലഭ്യമല്ല എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികവുമായി ബന്ധപ്പെട്ട്, അമൃത വാർഷികവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ലളിതകലാ അക്കാദമി ഒരു വിഷയം തന്നുകൊണ്ട് രാജ്യത്തെ ചിത്രകാരന്മാരോടൊരു ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. അറിയപ്പെടാത്ത സ്വാതന്ത്ര്യ സമര സേനാനി, അൺസൺ ഹീറോസ് എന്നതായിരുന്നു സബ്ജക്റ്റ്. ഭാഗ്യവശാൽ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കേരളത്തിൽ നിന്നും കുടമൺ പിള്ളയുടെ ഒരു സബ്ജക്റ്റാണ് അയച്ചത്. കേരളത്തിൽ നിന്ന് 3 ചിത്രകാരന്മാരാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. കേന്ദ്ര ലളിതകലാ അക്കാദമി ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേരളത്തിൽ നിന്ന് അറിയപ്പെടാത്ത സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ കുടമൺ പിള്ളയുടെ ചിത്രം വരച്ചയക്കുകയും ആ ചിത്രം ദേശവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇന്ത്യൻ ചരിത്ര ഗവേഷക കൗൺസിൽ പിന്നീട് ഈ ചിത്രം ഏറ്റെടുക്കുകയും അശോക് കദം എന്ന അന്നത്തെ മെമ്പർ സെക്രട്ടറി ഈ ചിത്രം ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്, അത് ഉൾപ്പെടുത്തും എന്ന നിലയിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയും ഇന്ന് ഭാരതത്തിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിൻ്റെ ഭാഗമായി കുടമൺ പിള്ളയുടെ ചരിത്രം മാറുന്നു എന്നതും ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിലെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന നിലയിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനൊരു കാരണമായി എൻ്റെ ഒരു ചിത്രം, വളരെ വർഷത്തോളം അതിൻ്റെ റിസർച്ച് നടത്തി വരച്ചൊരു ചിത്രം കാരണമായെങ്കിൽ ആറ്റിങ്ങൽ സ്വദേശി എന്ന നിലയിൽ വളരെ അഭിമാനം എനിക്കുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നുള്ള നിലയിൽ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ കലാപത്തെ അംഗീകരിക്കപ്പെടണം. അത് കൂടുതൽ വിദ്യാർത്ഥികൾ പഠനവിധേയമാക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് സ്വയം ഊറ്റം കൊണ്ടിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഏറെക്കാലം സ്തംഭിപ്പിച്ചു നിർത്തിയതായിരുന്നു ആറ്റിങ്ങൽ കലാപം. ഒന്നും രണ്ടുമല്ല, 147 ബ്രിട്ടീഷ് പടയാളികളുടെ കബന്ധങ്ങളായിരുന്നു ഇന്നത്തെ പ്രശസ്തമായ കൊല്ലംപുഴയിലൂടെ ഒഴുകി അറബിക്കടലിൻ്റെ അഗാധതയിലേക്ക് മറഞ്ഞത്. പിന്നീടത് ലോക ചരിത്രമായി മാറി. വ്യാഖ്യാനങ്ങൾ ഒട്ടനവധിയുണ്ടെങ്കിലും ചരിത്ര തെളിവുകൾ വിളിച്ചു പറയുന്നത് ഇത്രമാത്രമാണ്. ഇതായിരുന്നു ആറ്റിങ്ങലിൻ്റെ അധികമാരും അന്നും ഇന്നും അറിയപ്പെടാത്തതായ വീരഗാഥ. അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന സരസ്വതി വിദ്യാലയമാണ് ഗവൺമെൻറ് LPS മേലാറ്റിങ്ങൽ.
ഒട്ടനവധി പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തിത്വങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അതിൽ പ്രമുഖനാണ് GG ഹോസ്പിറ്റൽ ഉടമയായ ഡോക്ടർ G. വേലായി. Please subscribe STG Entertainments.